പ്രിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത 10 ദിവസത്തിനകത്ത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ഒരു തീരുമാനമുണ്ടാകും. ആരാണ് ഭരണത്തിൽ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. വെട്ടിപ്പൊട്ടിക്കുമ്പോൾ മാത്രമാണ് അതറിയാൻ പറ്റുന്നത്. പക്ഷെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, സാധ്യതകളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചയാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കോൺഗ്രസിനകത്തും പ്രത്യേകിച്ച് UDF-നകത്തും ഒക്കെ തന്നെ വ്യാപകമായ ഒരു തരംഗം ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ളതാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ചാണെങ്കിൽ LDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കം ഇല്ല. രണ്ടാമതൊരു പേരില്ല. പിണറായി വിജയനാണ്, ഞാനല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ആദ്യമേ ഉയർത്തിയത് കൊണ്ട് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. പക്ഷെ ഇവിടെ 3 നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രംഗത്തുള്ളത്. ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ തന്നെ അവർ അവകാശവാദങ്ങളൊന്നും പരസ്യമായി ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവർക്കും ക്ലെയിമുണ്ട് എന്നുള്ളത് ഈ ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ലെയിം എന്ന് പറയുന്നത് VD സതീശനാണ്. അദ്ദേഹം ക്ലെയിം വയ്ക്കേണ്ട കാര്യമില്ല, അദ്ദേഹം വെച്ചിട്ടുമില്ല. വേറെ 2 പേരുണ്ട്, അവരും ക്ലെയിം വെച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും പിന്നിൽ നിന്നുകൊണ്ട് ചരടുകൾ വലിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ തങ്ങളുടേതായ സ്വാധീനത്തിനുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തന്നെ ഭാഗമായ ഒരാൾ പോലും ഇതിൻ്റെ ഒരു ക്ലെയിമൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, ഗാന്ധി കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായിട്ടും പ്രിയങ്ക ഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടും ഒക്കെ തന്നെ നിരന്തരം ബന്ധപ്പെടുകയും അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ റോൾ വഹിക്കുന്ന ആളുമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് ചർച്ചയിൽ വരും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന, മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന, ആദ്യ പിണറായി ഗവൺമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന, മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു പ്രതീക്ഷ ജനിപ്പിച്ച ഒരു നേതാവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹം വ്യക്തിപരമായി ജയിച്ചെങ്കിൽ തന്നെയും മുന്നണിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും നിർഭാഗ്യം എന്ന് തന്നെ പറയാം, അദ്ദേഹത്തെ സംബന്ധിച്ച് നിർഭാഗ്യം എന്ന് തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ ആ അവസരം അവിടെ അടയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുന്നിലുണ്ട്, പക്ഷേ അതിനുള്ള സാധ്യത വിരളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ഒരു നേതാവാണ്. ആ നേതാവ് എല്ലാവർക്കും അറിയാം, VD സതീശനാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗംഭീരമായിട്ടാണ് നയിച്ചത്. എല്ലാ കാര്യങ്ങളും, പണം ഉൾപ്പെടെയുള്ള അധികാരവും പണവും എല്ലാമുള്ള ഒരു മുന്നണിയെ, 10 വർഷമായി ഭരിക്കുന്ന മുന്നണിയെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർണാടകത്തിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമൊക്കെ ഉള്ള റിസോഴ്സസ് വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ജനത്തെ ഇളക്കി മറിക്കുന്നതിൽ മുന്നിൽ നിന്നത് VD സതീശനാണ്. അത് പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനം കൊണ്ടോ ഒന്നുമല്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒഴുകി എന്നുള്ളതാണ്. അത് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും കണ്ടതാണ്. അദ്ദേഹം അതിൽ വളരെയധികം ആത്മവിശ്വാസം പലപ്പോഴും പ്രകടിപ്പിക്കുകയും ആ ആത്മവിശ്വാസം വളരെ വലിയ തോതിൽ തന്നെ ജനങ്ങളിൽ കാണുകയും ഒക്കെ ചെയ്തു. കോൺഗ്രസ് നേതാക്കളും തന്നെ, ഒട്ടുമുക്കാൽ കോൺഗ്രസ് നേതാക്കളും അതിൽ ഒട്ടും തർക്കിക്കാനൊന്നും പോകുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ജനനേതാവായിരുന്നു അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ. മാത്രമല്ല, ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നമുക്കറിയാമല്ലോ, ഈ UDF-ലെ ഏറ്റവും പ്രബലമായ രണ്ടാമത്തെ കക്ഷിയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ആ വ്യത്യാസം കൂടുമോ കുറയോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് റിസൾട്ട് വന്നാൽ മാത്രമേ അറിയില്ല. എന്നാലും ലീഗിൻ്റെ സമുന്നത നേതാവായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് നാം കേട്ടതാണ്. അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞാണ്, ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാണ് ഇപ്പം ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ജനങ്ങളെ ആരാണ് നയിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് മുസ്ലിം ലീഗിനറിയാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടിക്കറിയാം. അതുപോലെ നിരവധി നേതാക്കൾക്ക് അത് സംബന്ധിച്ച് ഒരു തിരിച്ചറിവൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാടിളക്കം നടക്കുന്നത് കൊണ്ട് VD സതീശന് സാധ്യത ഉണ്ടാകുമോ? VD സതീശനെ വെട്ടി KC വേണുഗോപാൽ വരുമോ? ഇനി ഇവരെ രണ്ടുപേരെയും വെട്ടി ചെന്നിത്തല വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമാണ്. അങ്ങനെ ചർച്ച ഉണ്ടാവണം. അങ്ങനെ ചർച്ച ഉണ്ടാകുന്ന രാഷ്ട്രീയ രംഗത്ത് അത് നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. പക്ഷേ ഇവിടെ എന്താണ്, ഇന്ന് ലീഗിൻ്റെ ഒരു സമ്മേളനം കഴിഞ്ഞിട്ട്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് എന്താണ്?
ജനവികാരത്തിന് അനുസരിച്ചുള്ള ഒരു നേതാവിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഹൈക്കമാൻഡിനെ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിനെ വി ഡി സതീശന് വേണ്ടിയായിരിക്കും ലീഗ് പറയുക എന്നുള്ളത് അത് നമുക്ക് ഊഹിക്കേണ്ട കാര്യം പോലുമില്ല. വളരെ വ്യക്തമാണ്. നേരത്തെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വി ഡി സതീശൻ അപ്പം ലീഗിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുകയും അവർ വളരെ ശക്തമായ ഒരു ഫോഴ്സായി വരികയും ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫിൽ അവർക്ക് ഒരു സേ ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും, ഹൈക്കമാൻഡൊക്കെ ആയിരിക്കുമെങ്കിൽ തന്നെയും ലീഗിൻ്റെ ആ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ ലീഗിൻ്റെ ആവശ്യത്തെയോ ഒന്നും തള്ളിക്കളയാനൊന്നും ഹൈക്കമാൻഡിന് ആർക്കും കഴിയില്ല. വലിയൊരു തർക്കത്തിലേക്കൊന്നും ആ വിഷയം പോയില്ലെങ്കിൽ പോലും ഈ ഒരു വസ്തുതയും കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഏത് രീതിയിലും വി ഡി സതീശൻ എന്നുള്ള പുതിയ താരമായിരിക്കും കേരളത്തിൽ. അദ്ദേഹം നമുക്കറിയാം, കഴിഞ്ഞ തവണ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ, ഇത് ഒഴിയേണ്ടി വന്നതാണ്. കനത്ത പരാജയത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് ഫെയിൽ ചെയ്തു എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹത്തെ വീണ്ടും തുറന്നും പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത്. അതുകൊണ്ടാണ് അന്ന് ചെറുപ്പക്കാരനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് 100% ഗംഭീരമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അവസാന കാലങ്ങളിൽ ഒരു മുന്നണി മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ജനിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും ആ വിഷയങ്ങളെ സജീവമാക്കി നിലനിർത്തുന്നതിലൊക്കെ തന്നെ ഈ വി ഡി സതീശൻ വളരെ ഗംഭീരമായ റോൾ വഹിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളം കണ്ടതാണ്, രാഷ്ട്രീയക്കാരും കണ്ടതാണ്, ജനങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ വി ഡി സതീശൻ എന്നുള്ള ആളിനായിരിക്കും അതിൽ വലിയ തർക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കോൺഗ്രസ്സിൽ തർക്കം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം സ്വഭാവമായതുകൊണ്ട്, അവർ സഹജശീലമായതുകൊണ്ടും അതൊക്കെ നമുക്ക് കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ.